Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Let's lift up our hands and sing. You are
stand here, lifting up our hands, I believe He will unfold His plans, His purposes in our midst. രാവിലെ നാം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതികൾ, അവന് നമ്മെ കുറിച്ചുള്ള അവന്റെ ഹിതം എന്താണെന്ന് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ദൈവം ഏറ്റവും ദയാലുവായ ദൈവമാണ്. അവൻ മനസ്സിനുള്ള ദൈവമാണ്. എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും മാറുന്നവരല്ല. മാറ്റമില്ലാത്തവനാണ് നമ്മുടെ ഈ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അല്പനിമിഷങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ് അവനെ സ്തുതിക്കാം. Tonight is a night of blessings. Because He is with us. Hallelujah. He is with us tonight. Hallelujah. I declare that this evening is an evening of freedom. ഇന്ന് രാത്രി ഒരു സ്വാതന്ത്ര്യത്തിന്റെ രാത്രിയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. This evening is an evening of hope. അപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരം അത് ഒരു പ്രത്യാശയുടെ സായാഹ്നമാണ്. Into utter hopelessness, the Lord is releasing His hope. യാതൊരു പ്രത്യാശയും എന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ ആ സ്ഥാനങ്ങളിൽ ദൈവം രാത്രി അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രത്യാശ നൽകുകയാണ്. Releasing the power of resurrection. He's releasing the power of resurrection. അവൻ ഇന്ന് രാത്രി ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഉയർത്തി സ്വീകരിക്കാത്തവർ പ്രാർത്ഥനയിലോ കർത്താവ് ശക്തിയോടെ ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു സഹോദരി, ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഒരു സഹോദരി, you have terrible back problem. And the Lord is fixing that problem tonight. നിങ്ങൾക്ക് നടുവിന് വല്ലാത്ത പ്രശ്നമുള്ള വേദനയുള്ള ഒരു സഹോദരന്റെ ഇടതു ഭാഗത്തായി ഈ ഭാഗത്തായിട്ട് നീങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി കർത്താവ് ആ വ്യക്തിയുടെ പ്രശ്നത്തെ പരിഹരിച്ച് സൗഖ്യമാക്കുകയാണ്. If you believe that, lift your voices and praise Him. Lift your voice and pray to the Lord. Fix that problem tonight itself. രാത്രിയിൽ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആ വേദന പൂർണ്ണമായി അവിടുന്ന് മാറ്റി നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. Another woman is here on my left side, and you have a lump in your left breast, and the Lord wants to heal you. അതുമാത്രമല്ല മറ്റൊരു സഹോദരി നിങ്ങളുടെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ട്. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. Lift your voice and start praying. ഇപ്പോൾ തന്നെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ In Jesus' name, we release that healing. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്നുള്ള സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. And ovarian cyst, the Lord is healing right now. Ovarian cyst.
ovarian cysts കർത്താവ് ഇന്ന് രാത്രിയിൽ അണ്ഡാശയത്തിനകത്തുള്ള സിസ്റ്റുകളെ കർത്താവ് ഇന്ന് റിമൂവ് ചെയ്യുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും രോഗം എന്താണെങ്കിലും another person with a throat problem, the problem is in your throat and the Lord is fixing that problem. Hallelujah. Hallelujah. How many believe that Jesus is the healer? If you have never seen any miracle in your life, God is giving you a chance to see miracles. Hallelujah. Activate your faith. Hallelujah. God is healing skin diseases. In the name of Jesus, every tumor is disappear. Mental illness, the Lord is healing tonight. In Jesus' name, every cancer cell is healed in Jesus' name. Hallelujah. Hallelujah. Let us clap our hands and worship the Lord. Hallelujah. Please be seated. I thank the Lord for giving us one more opportunity to come over here and minister to you here in Philadelphia. And we humble ourselves before God and before all the men and women of God sitting here, before all the people of God. And as we humble ourselves, I believe that His name will be lifted up and He will move in His ways. നമ്മുടെ താഴ്മയോടെ പറയുന്നത് രാത്രി നമ്മുടെ നടുവിൽ യേശുവിന്റെ നാമം കർത്താവായ യേശുവിന്റെ നാമം അത്രേ ഉയർന്നിരിക്കുന്നു. Hallelujah. Hallelujah. Keep on praising the Lord. അതുകൊണ്ട് സ്തുതിച്ചുകൊണ്ടേയിരിക്കുക അവന്റെ നാമം ഉയരട്ടെ. Praise worthy God. സ്തുതിക്ക് യോഗ്യനായ ദൈവമാണ്. Hallelujah. It's a great joy to come together like this and enjoy His presence and to receive from Him. ദൈവത്തിൽ നിന്ന് അവനിൽ നിന്ന് പ്രാപിച്ചെടുക്കാനായിട്ടുള്ള ഈ ഒരു അവസരം ഏറ്റവും മനോഹരമായ സന്തോഷപ്രദമായ സമയമാണ്. I thank God for Pastor Shiji and the way God is using him in this place. ഈ സ്ഥലത്ത് പാസ്റ്റർ ഷിജിയെ ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I'm really proud of him. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനിക്കുന്നു. Because I have met him many times back in Kochi years back. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. He used to come to our church when guest speakers came to interpret their messages. സാധാരണ പുറത്തുനിന്നുള്ള ശുശ്രൂഷകർ അതിഥി ശുശ്രൂഷകന്മാർ എത്തിച്ചേരുമ്പോൾ അവർക്ക് പരിഭാഷ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളെ സഹായിക്കുമായിരുന്നു. Because we didn't have any interpretation in our church then. ആ സമയങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പരിഭാഷ നടത്തുന്ന ആളുകൾ അന്ന് ഇല്ലായിരുന്നു. And I have seen that he is a very good interpreter. ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം വളരെ നല്ലൊരു പരിഭാഷകനാണ്. At the same time he has helped me in different ways in my ministry transcribing my messages. അത് മാത്രമല്ല അദ്ദേഹം എന്റെ ശുശ്രൂഷയിൽ പല കാര്യങ്ങളിലും ഉദാഹരണമായിട്ട് എന്റെ മെസ്സേജുകളെല്ലാം മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതിൽ അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. I know one thing, he was faithful in the least that he was doing in his life. അനേക വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ചെറുതിൽ അദ്ദേഹം വിശ്വസ്തനായിരുന്നു എന്ന് വേണം എനിക്ക് പറയാനുള്ളത്. And another thing I have noticed in him is that he has a great hunger for God. He has a great revival for God. മറ്റൊരു കാര്യം ഞാൻ അദ്ദേഹത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമുള്ളത് കർത്താവിനോടുള്ള വലിയ കർത്താവിന്റെ കാര്യങ്ങളോടുള്ള വലിയ ദാഹവും അപ്പോൾ തന്നെ മിനിസ്ട്രിയോടുള്ള വലിയൊരു ഉത്സാഹമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. Hallelujah. Hallelujah. He is an example for all of us. നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഒരു മാതൃക തന്നെയാണ്. Hallelujah. Hallelujah. Let's praise God for Pastor Shiji, please.
കൈകൾ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ പറയാം. Hallelujah. And as was introduced, our brother Bibi Chaku is here with us, the CEO of Harvest TV. നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ ഹാർവസ്റ്റ് ടിവി നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ഹാർവസ്റ്റ് ടിവിയുടെ സിഇഒ ബിബി ചാക്കോ നമ്മളോട് കൂടെയുണ്ട്. Harvest TV has completed 3 years of its ministry. ഹാർവസ്റ്റ് ടിവി അതിന്റെ 3 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. I'm really happy about Harvest TV. ഹാർവസ്റ്റ് ടിവി ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. But it's because it started in a very humble way. കാരണം അത് തുടങ്ങിയത് വളരെ എളിയ രൂപത്തിലാണ്, ഏറ്റവും ചെറിയ രൂപത്തിലാണ് തുടങ്ങിയത്. Not money, but faith was his capital. അദ്ദേഹത്തിന്റെ മൂലധനം എന്നുള്ളത് പണമായിരുന്നില്ല, പകരം വിശ്വാസമായിരുന്നു. Hallelujah. Hallelujah. That's why the Lord is spreading that network, that TV channel everywhere in the globe. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ടിവി ചാനലിനെ പരത്തുവാനായി ദൈവത്തിന് ഹിതം തോന്നിയത്. You folks are really blessed because Harvest TV has come to the US. ഇപ്പോൾ യുഎസിൽ ഹാർവസ്റ്റ് ടിവി കടന്നു വരുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണ്. You should pray for this channel because this is started by God. ഈ ചാനലിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക, കാരണം ഇത് ദൈവത്താൽ തുടങ്ങി വെക്കപ്പെട്ട ഒരു ചാനലാണ്. Pray for Harvest TV and support Harvest TV in any way. അതുകൊണ്ട് ഹാർവസ്റ്റ് ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം ഹാർവസ്റ്റ് ടിവിയെ സപ്പോർട്ട് ചെയ്യുക. Because it is doing the kingdom business. കാരണം അവർ ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ വളർത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Let us clap our hands and worship the Lord. Praise God for Harvest TV. ഹാർവസ്റ്റ് ടിവിയെ ഇപ്പോൾ അനുഗ്രഹിച്ചതിനായി ഒരിക്കൽ കൂടെ കൈകൾ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ പറയാമോ? Hallelujah. ഹല്ലേലൂയ. I believe this is an evening with Jesus. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ സായാഹ്നം യേശുവിനോടൊപ്പമുള്ള ഒരു സായാഹ്നമാണ്. Shake hands with the next person and say, this is an evening with Jesus. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറയാമോ, ഇത് യേശുവിനോടൊപ്പമുള്ള ഒരു സായാഹ്നമാണ്. പറഞ്ഞേ, Come on. യേശുവിനോടൊപ്പമുള്ള 2, 3 people behind you, people in front of ഒന്ന് you. രണ്ട് പേരോട് പറഞ്ഞാലും ചിലപ്പോൾ വേർഡ് കുറച്ച് കട്ടിയാണെങ്കിൽ ഈ വൈകുന്നേരം യേശുവിനോടൊപ്പമുള്ള ഒരു വൈകുന്നേരമാണ്, യേശുവിനോടൊപ്പമുള്ള ഒരു സന്ധ്യാസമയമാണ്. Hallelujah. So if we are spending this time, this evening with Jesus, I believe you should be really happy. ഇന്ന് രാത്രി ഈ വൈകുന്നേരം യേശുവിനോടൊപ്പമാണ് നമ്മുടെ സമയം ചിലവഴിക്കുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഏറ്റവും സന്തോഷപ്രദമായ ഒരു സമയമായിരിക്കും. Can you give me an amen for that? അതിനൊരു ആമേൻ പറയാമോ? We should be joyful with Jesus. നാം യേശുവിനോടൊപ്പം സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും. Hallelujah. Hallelujah. Tonight, I'm going to speak to you about being men and women of action. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നത് പ്രവൃത്തിയുടെ പുരുഷനും സ്ത്രീയുമായി തീരുക എന്നതിനെ കുറിച്ചാണ്. Be a man or a woman of action. പ്രവർത്തനത്തിന്റെ പുരുഷനാവുക, പ്രവർത്തനത്തിന്റെ സ്ത്രീയായി തീരുക. Everybody shout action. എല്ലാവരും ഉറക്കെ പറയാമോ, ആക്ഷൻ, പ്രവൃത്തി. If you don't mind, lift up your right hand and shout action. കൈകൾ ഉയർത്തി മലയാളത്തിൽ ഒന്ന് പറയാമോ, പ്രവൃത്തി. Again. ഒരിക്കൽ കൂടെ. Again. John chapter 5 and verse number 17 says, in his defense, Jesus said to them, my Father is always at his word to this very day, and I too am working. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം, ഞാൻ പുതിയ ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇന്നുവരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. I just want to read it once again for everyone who didn't listen to that the first time. In his defense, Jesus said to them, my Father is always at his word to this very day, and I too am working. ഞാൻ ഇത് ഒരു പക്ഷെ ആദ്യമായി കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. എന്റെ പിതാവ് ഇന്നുവരെ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. When we open our Bibles, the first page, the first chapter
the first verse, Genesis chapter 1, verse 1. The Bible says, in the beginning, God created the heavens and the earth. ബൈബിൾ തുറക്കുമ്പോൾ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, അതിന്റെ ആദ്യത്തെ അധ്യായം, അതിന്റെ ആദ്യത്തെ വചനം പറയുന്നത് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. The first verse itself is a verse of action. ആദ്യത്തെ വചനം തന്നെ ഒരു പ്രവൃത്തിയുടെ വചനമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The Bible does not say that God was sleeping. ദൈവം ഒരിക്കലും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ നമ്മൾ വായിക്കുന്നില്ല. The Bible does not say that he was sitting idle on his throne, in his throne. അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ തന്റെ സിംഹാസനത്തിൽ ചുമ്മാ വെറുതെ ഇരുന്ന് സമയം കളയുന്നു എന്ന് ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. We see a God of action. പകരം ദൈവം എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്നു എന്ന വസ്തുതയാണ് ബൈബിളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. Once again, action. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞാൽ പ്രവൃത്തി. Say it in English, action. One more time, action. Know it or not, our God is a God of action. നിങ്ങൾ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി നമ്മുടെ ദൈവം പ്രവൃത്തിയുടെ ദൈവമാണ്. He creates things. അവൻ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നു. And he sustains the created things. അപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങളെ അവൻ വഹിച്ചുകൊണ്ടിരിക്കുന്നു. If you have good eyes, look around and see what God has done. നിങ്ങൾക്ക് നല്ല കണ്ണുണ്ടെങ്കിൽ, നല്ല തെളിമയുള്ള കണ്ണുണ്ടെങ്കിൽ ചുറ്റുപാട് നോക്കിയാൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. Whatever you see is done by our Father. നിങ്ങൾ കാണുന്നത് മുഴുവൻ സൃഷ്ടിച്ചത് പ്രവർത്തിച്ചത് നമ്മുടെ ദൈവമാണ്. God is in action in the material world and also in the spiritual world. ഓർക്കുക, ദൈവം തമ്പുരാൻ തന്റെ ഭൗതിക മേഖലയിലും അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലും ഒപ്പം ആത്മിക ലോകത്തിലും അവൻ പ്രവർത്തന നിരതനാണ്. Now Jesus is saying in this verse, my Father is always at his work to this very day, and I too am working. ഇവിടെ 17ാമത്തെ വചനത്തിൽ യേശു പറയുന്നു, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. How do you understand? എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലായത്? The Father is an active God. പിതാവ് എന്നുള്ളത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. The Son of God is also an active God. അപ്പോൾ തന്നെ പുത്രനായ യേശുവും പ്രവർത്തിക്കുന്ന പ്രവർത്തന നിരതനായ ദൈവമാണ്. I have seen many people, believers, complain, God is not doing anything for me. ഒത്തിരി ആളുകളെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, വിശ്വാസികൾ പലരും ദൈവം ഒരിക്കലും ഒന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല എന്ന് പരാതി പറയുന്നത്. It's not like that. അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. His fingers are always moving for you. അവന്റെ കൈവിരലുകൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. Your tiny little brain may not comprehend it. You may not understand it. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. God is always in action. എന്റെ ദൈവം എല്ലായ്പ്പോഴും പ്രവർത്തനത്തിലാണ്. So many believers, even today, they believe that God has a weekly holiday. വിശ്വാസികളിൽ പലർക്ക് പോലും ഒരു വിശ്വാസം എങ്ങനെയാണ്, ദൈവത്തിന് ആഴ്ചതോറും ഒരു വിശ്രമ ദിവസം ഉണ്ടെന്നാണ് കരുതി വെച്ചിരിക്കുന്നത്. Every Saturday is a holiday for God. ദൈവത്തിന് എല്ലാ ശനിയാഴ്ചയും ഒരു വിശ്രമ ദിവസമാണ്, ഹോളിഡേ ആണ്. Because that is a Sabbath day. കാരണം അത് ശബത്തിന്റെ ദിവസമാണല്ലോ. They think that every seventh day is a rest for God. അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഓരോ ഏഴാമത്തെ ദിവസവും വിശ്രമത്തിന്റെ ദിവസമാണ്. But I am here to tell you that God has no holiday. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ദൈവത്തിന് ഒരു അവധി ദിവസം ഇല്ല. Hello, did you listen to that? ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ? Hallelujah. Hallelujah. Some people think that prayer requests will not be dealt with by God on Saturdays. ശരിയാണെങ്കിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ അതുകൊണ്ട് ദൈവത്തിന്റെ അവധി ദിവസമായ ശനിയാഴ്ച ദിവസം കർത്താവ് എടുക്കില്ലെന്ന്. Of course, the Bible says that after creating the human being, after creating everything, God
rested on the seventh day. ബൈബിൾ നിശ്ചയമായിട്ടും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഏഴാം നാൾ അവൻ വിശ്രമിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. That was only for once. അത് ഒരിക്കലായിട്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. God is not resting every seventh day. പകരം ദൈവം ഒരിക്കലും എല്ലാ ആഴ്ചയിലെ ഏഴാം ദിവസവും പിന്നീട് വിശ്രമിച്ചിട്ടേയില്ല. Somebody said after creating woman, God has never rested. I didn't say, somebody said. ആരോ പറഞ്ഞു, സ്ത്രീയെ സൃഷ്ടിച്ചതിന് ശേഷമായിട്ട് ദൈവം തമ്പുരാൻ പിന്നെ വിശ്രമിച്ചിട്ടേ ഇല്ലെന്നാ. No rest at all. ഒരിക്കലും തനിക്ക് വിശ്രമം കിട്ടിയിട്ടില്ലെന്ന്. Somebody shout hallelujah. ഒരിക്കലും ഒരു ഹല്ലേലൂയ പറയാമോ? John chapter 9 and verse number 4. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം. As long as it is day, we must do the works of him who sent me. പകൽ ഉള്ളിടത്തോളം എന്നെ അയച്ചവന്റെ പ്രവൃത്തി നാം ചെയ്യേണ്ടതാകുന്നു. Night is coming when no one can work. ആർക്കും പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത രാത്രി വരുന്നു. See the attitude of Jesus. യേശുവിന്റെ ഇവിടുത്തെ മനോഭാവത്തെ ഒന്ന് കാണുക. He's encouraging even his disciples to work something because a night is coming in which no one can work. But now it is day. Let's work. ഓർക്കുക, ഇവിടെ ഇപ്പോൾ ശിഷ്യന്മാരെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു രാത്രി വരുന്നുണ്ട്, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത പ്രശ്നമുള്ള സമയം വരുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കൂടുതൽ പ്രവൃത്തി ചെയ്യുവാനായി ശിഷ്യന്മാരെ താൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. Jesus was a practical man. ഓർക്കുക, യേശു കർത്താവ് എന്നുള്ളത് പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു. Jesus never had a theory class. He only had practical. ഓർക്കുക, യേശു കർത്താവിന് ഒരിക്കലും സിദ്ധാന്തങ്ങളുടെ ഉപദേശം അല്ലായിരുന്നു, മറിച്ച് താൻ പ്രായോഗിക കാര്യങ്ങളുടെ ഉപദേശകനായിരുന്നു. If you don't mind, tell your neighbor, Jesus is a practical man. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് പറഞ്ഞാലും യേശു കർത്താവ് പ്രായോഗിക കാര്യങ്ങളുടെ ദൈവമാണ്. Hallelujah. Hallelujah. Our Jesus is very practical. നമ്മുടെ യേശു വളരെ കാര്യങ്ങളെ പ്രായോഗികമാക്കുന്നവനാണ്. He's a man of action. അപ്പോൾ തന്നെ യേശു കർത്താവ് പ്രവൃത്തിയുടെ മനുഷ്യനായിരുന്നു. Now look at me. എന്നെ ശ്രദ്ധിച്ചാലും Jesus came down all the way from heaven to this earth to put everything into action. ഓർക്കുക, യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് വഴിദൂരം യാത്ര ചെയ്ത് ഭൂമിയിലേക്ക് വന്നത് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ്, പ്രവർത്തിക്കുവാനായിട്ടാണ്. യേശു കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ബഹുദൂരം യാത്ര ചെയ്ത് ഭൂമിയിലെത്തിയത് ചുമ്മാ ഇരിക്കാനല്ല, ചിലത് പ്രവർത്തിക്കാനായിട്ടായിരുന്നു. He came to put love into action. അവൻ ഇവിടെ വന്നത് സ്നേഹത്തെ പ്രവൃത്തി പദത്തിൽ കാണിക്കാനായിരുന്നു. So we have the idea of love. അങ്ങനെ നമുക്ക് സ്നേഹത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ, ഒരു ആശയം നമുക്ക് ലഭിച്ചു. We think about love, we desire to live in love, but Jesus is the person who put the real love into action. He demonstrated it. എപ്പോഴും സ്നേഹത്തെ കുറിച്ച് അറിയാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും പലപ്പോഴും മനുഷ്യന് സാധിക്കാതെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ജീവിതത്തിലൂടെ ചിത്രീകരിച്ച് പ്രവൃത്തി പദത്തിൽ തെളിയിച്ച വ്യക്തിയായിരുന്നു യേശു എന്നുള്ളത്. He put healing into action. അദ്ദേഹം രോഗസൗഖ്യത്തെ അവൻ പ്രവൃത്തിയിൽ തെളിയിച്ചു. He put salvation into action. രക്ഷയെ താൻ പ്രവൃത്തിയിലൂടെ കാണിച്ചു. He put the Holy Spirit into action. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി. Everybody shout action. എല്ലാവരും ചേർന്ന് action. Lift your right hand. വലത്തെ കൈ ഉയർത്തിയാൽ Shout. Action. Hallelujah. Hallelujah. Tonight the Lord wants to inject something into your bloodstream. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ സിരകൾക്കകത്തേക്ക് കർത്താവ് ചില കുത്തിവെപ്പുകൾ ഇന്ന് രാത്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The divine action. അതെ, പരിശുദ്ധമായ ദൈവികമായ പ്രവൃത്തി നിങ്ങളിലേക്ക് കുത്തിവെക്കുകയാണ്. So this was the attitude Jesus had. ഇതാണ് യേശുവിന്റെ മനോഭാവം എന്നുള്ളത്. I must work. Always I must work. That is the attitude. എല്ലായ്പ്പോഴും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇതായിരുന്നു യേശുവിന്റെ മനോഭാവം എന്നുള്ളത്. Jesus never wasted one single moment in his life. യേശു താൻ ഭൂമിയിലായിരുന്ന സമയത്തെ തന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷാർത്ഥം പോലും താൻ ചുമ്മാ പാഴാക്കി കളഞ്ഞില്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ജീവിതം
ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും താൻ പാഴാക്കി കളഞ്ഞില്ല. We see youngsters idling around, wasting their life, killing time these days. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ തങ്ങളുടെ സമയം വെറുതെ പാഴാക്കി പുറത്ത് കറങ്ങി നടന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റു പലതിലും ഇൻവോൾവ് ആയി സമയത്തെ പാഴാക്കുകയാണ് ചെയ്യുന്നത്. We see millions of housewives just wasting their time. നാം കാണുന്നുണ്ട് ദശലക്ഷക്കണക്കിന് വീട്ടമ്മമാർ തങ്ങളുടെ സമയം ചുമ്മാ പാഴാക്കി കളയുകയാണ്. Even ministers, they have great call, they have received great anointing from the Lord, but they waste their days, waste their years. എന്തിനു പറയണം, ശുശ്രൂഷകന്മാർ പോലും വളരെ ദൈവികമായ വിളിയും ദർശനവും നൽകി ഇറങ്ങി തിരിച്ചവർ പോലും തങ്ങളുടെ സമയങ്ങൾ അവർ പാഴാക്കി കളയുകയാണ്. നിങ്ങൾ എത്ര പേര് എന്റെ കൂടെയുണ്ട്? Shout action. ഉറക്കെ പറഞ്ഞാൽ ആക്ഷൻ. John chapter 4, യോഹന്നാന്റെ സുവിശേഷം 4 verses 34 to 38. അതിന്റെ 34 മുതൽ 38 വരെയുള്ള വചനങ്ങൾ. My food, said Jesus, is to do the will of him who sent me and to finish his work. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. How many of you had breakfast today? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച, പ്രഭാത ഭക്ഷണം കഴിച്ച എത്ര പേര് ഇവിടെയുണ്ട്? കൈ ഉയർത്തി കാണിക്കുക. Nobody had breakfast? ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? Holy believers. ഓ, വിശുദ്ധന്മാരായ Holy Sunday. വിശുദ്ധ ഞായറാഴ്ച. How many of you had lunch today? ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചവർ എത്ര പേരുണ്ട്? Oh, all of us. How many of you have decided to have a dinner today? ഇന്ന് രാത്രി വൈകുന്നേരത്തെ അത്താഴം കഴിക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? Good dinner. We have decided. നമ്മളത് തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. No turning back. ഇനി അതിൽ നമ്മൾ ഒരിക്കലും പിന്മാറുന്നുമില്ല. So we have breakfast, we have lunch, we have snacks, we have dinners, we have everything. നമുക്ക് എല്ലാവർക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് ഊണുണ്ട്, അത് കഴിഞ്ഞാൽ വൈകിട്ട് കാപ്പിക്ക് ഒരു കാപ്പിയും പലഹാരമുണ്ട്, പിന്നെ രാത്രി അത്താഴമൊക്കെ ഉണ്ട്. We use our mouths always to have. എല്ലായ്പ്പോഴും ഇതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വായ നമ്മൾ എപ്പോഴും ഇങ്ങനെ പരിശീലിപ്പിച്ചിരിക്കുകയാണ്. What Jesus says, എന്ന് യേശു പറയുന്നത് നോക്കൂ. my food, my breakfast, my lunch, my snacks, my dinner, my food is to do the will of him who sent me and to finish his work. അവിടെ യേശു എഴുതിയിരിക്കുന്നു, എന്റെ ആഹാരം, എന്റെ പ്രഭാത ഭക്ഷണം, എന്റെ ഉച്ചഭക്ഷണം, എന്റെ അത്താഴം എന്നുള്ളത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവിടുത്തെ പ്രവൃത്തി തികയ്ക്കുന്നതാണ്. Immediately, Jesus is throwing a question to us. ഉടൻ തന്നെ യേശു കർത്താവ് ഒരു ചോദ്യം അവിടെ ഇട്ടുകൊടുക്കുകയാണ്. What is the question? എന്താണ് ആ ചോദ്യം എന്നുള്ളത്? Don't you have a saying, it's still 4 months until harvest? I tell you, open your eyes and look at the fields. They are ripe for harvest. 35-ാമത്തെ വചനം. ഇനി എന്താണ് ആ ചോദ്യം? അവിടെ എഴുതിയിട്ടുണ്ട്, ഇനി 4 മാസം കഴിഞ്ഞാൽ കൊയ്ത്താകും എന്ന് നിങ്ങൾ പറയുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണു തുറന്ന് വയലുകളിലേക്ക് നോക്കുക, അവ കൊയ്ത്തിന് പാകമായിരിക്കുന്നു. Hello. Jesus says, the fields are ripe for harvest. യേശുവിടെ പറയുകയാണ്, വയലുകൾ കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞിരിക്കുന്നു. Please look at me. ദയവായി ശ്രദ്ധിച്ചാൽ, Philadelphia is ripe for harvest. ഫിലദൽഫിയ എന്നുള്ള നിങ്ങളുടെ ചെറുപട്ടണം ഓർക്കുക, കൊയ്ത്തിനായി വിളഞ്ഞ് പാകമായി കിടക്കുകയാണ്. Say it once again now. ഫിലദൽഫിയ കൊയ്ത്തിനായി വിളഞ്ഞ് പാകമായി കിടക്കുകയാണ്. Pennsylvania is ripe for harvest. പെൻസിൽവാനിയ കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്ന ഒരു വയലായി നിൽക്കുകയാണ്. I'm not saying that. ഞാനല്ല അത് പറഞ്ഞത്. Jesus is asking this. Don't you see it? യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം നിങ്ങളത് കാണുന്നില്ലേ? It is ripe for harvest. നോക്കൂ, ഇത് കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്ന
കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ? Verse number 34, he says, I am committed to do the will of the Father. അവിടെ 35-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ 34-ാമത്തെ വചനത്തിൽ പറയുന്നു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. Then he says, are you committed to do a harvesting? അതിനുശേഷം 35-ാമത്തെ വചനത്തിലാണ് ചോദ്യം, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്നാൽ ആ കൊയ്ത്ത് നിങ്ങളുടെ മുൻപിലുള്ള കൊയ്ത്തെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? I am a man of action. ഞാൻ പ്രവൃത്തിയുടെ ഒരു മനുഷ്യനാണ്. I have come to finish the work of the Father. എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. Are you also ready to take the same course? അതേ കാര്യം തന്നെ, അതേ പദ്ധതി തന്നെ പൂർത്തിയാക്കാൻ നിങ്ങൾ തയ്യാറാണോ? Can you shout a hallelujah? ഒരു ഹല്ലേലൂയ പറയാമോ? One more hallelujah. ഒരിക്കൽ കൂടെ Louder hallelujah. ശബ്ദം Stronger hallelujah. Mightier hallelujah. Philadelphia hallelujah. That is great. Hallelujah. He carries Philadelphia in his spirit. അദ്ദേഹം തന്റെ ആത്മാവെ ഫിലദൽഫിയ ചുമന്നു നടക്കുകയാണ്. 36. Even now, the one who reaps always draws a wage and harvests a crop for eternal life, so that the sower and the reaper may be glad together. ഇപ്പോൾ തന്നെ കൊയ്ത്തുകാരൻ കൂലി വാങ്ങുകയും നിത്യജീവനിലേക്ക് വിടവ് ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒന്നിച്ച് സന്തോഷിക്കുവാൻ ഇടയാകും. Are you with me? എത്ര പേരുടെ കൂടെയുണ്ട്? 37. Thus the saying, one sows and another reaps is true. 37-ാമത്തെ വചനം, ഒരുവൻ വിതയ്ക്കുന്നു മറ്റൊരുത്തൻ കൊയ്യുന്നു എന്നുള്ള പഴഞ്ചൊല്ല് ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യമാകും. Hallelujah. Hallelujah. In the kingdom, the principles are different. ഓർക്കുക, ദൈവരാജ്യത്തിൽ തത്വങ്ങൾക്ക് ചില വ്യത്യസ്തതയുണ്ട്. In the natural, sometimes one sows and the same person reaps. He deserves it. ചില സമയങ്ങളിൽ നമ്മൾ പ്രകൃതിയിൽ കണ്ടിട്ടുള്ളത്, വിതയ്ക്കുന്ന ആള് തന്നെ, കൃഷിക്കാരൻ തന്നെയായിരിക്കും അത് കൊയ്തെടുക്കുന്നത്. അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട്. Verse number 38, I sent you to reap what you have not worked for. Others have done the hard work and you have reaped the benefits of their labor. 38-ാമത്തെ വചനം, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. Shout a big hallelujah. Clap your hands and shout. I'm happy for Jesus. ഞാൻ യേശുവിനെ ഓർക്കുമ്പോൾ സന്തോഷവാനാണ്. Because he is saying, I am sending you to some fields you have not labored, but you will harvest there. യേശു കർത്താവ് ഒരു സന്തോഷ വർത്തമാനം നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ നിങ്ങൾ വിതച്ചിട്ടില്ലാത്ത, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത ചില വയലുകളിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പക്ഷേ എന്തിനു വേണ്ടി? അവിടെ നിന്ന് ചില വിളവെടുപ്പ്, ചില കൊയ്ത്ത് നിങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട്. I am speaking this in the spirit of prophecy. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ, പ്രവചനാത്മാവിലാണ് ഞാൻ ഇത് നിങ്ങളോട് Some സംസാരിക്കുന്നത്. of you sitting here, ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ, some men of God, some women of God. ചില ദൈവദാസന്മാർ, ചില ദൈവദാസിമാർ. God is speaking to them. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. These days God will be sending you to some fields you have never labored in the field. You have not sown, you have not grown, but the Bible says, but the Holy Spirit says, you are going to have a great harvest. നിങ്ങൾ ഇന്നുവരെ അധ്വാനിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത, നിങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ചില വയലുകളിലേക്ക് കർത്താവ് നിങ്ങളെ ഈ ദിവസത്തിൽ അയക്കുകയാണ്. അതിന്റെ വഴിയെ തുറക്കുകയാണ്. വലിയ കൊയ്ത്ത്, വലിയ വിളവെടുപ്പ് വരുന്ന ദിവസങ്ങളിൽ നൽകുകയാണ്. If you believe that, if you receive that, before I believe it, I receive it, I will harvest. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തയ്യാറാണെങ്കിൽ Thank
know it's a prophetical utterance. ഇതൊരു പ്രവചനികമായ ഒരു ദൈവത്തിന്റെ ദൂതാണിത്. And if you embrace that promise, നിങ്ങൾ ആ പ്രവചനത്തെ ആ വാഗ്ദത്തത്തെ കെട്ടിപ്പുണരുന്നുണ്ടെങ്കിൽ you will definitely see. നിങ്ങൾ നിശ്ചയമായും അത് കാണുക തന്നെ ചെയ്യും. In the kingdom of God, ദൈവരാജ്യത്തിൽ God wants all of us to be very, very active. നാം ദൈവരാജ്യത്തിൽ നാം എല്ലാവരും ആക്റ്റീവ് ആകണം, പ്രവർത്തിക്കുന്നവരാകണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. In the kingdom, God will not admit any lazy person. ദൈവരാജ്യത്തിൽ ദൈവം ഒരിക്കലും മടിയന്മാർക്ക് പ്രവേശനം Because കൊടുക്കുകയില്ല. the Bible says laziness is equal to wickedness. ഓർക്കുക, ബൈബിൾ പഠിപ്പിക്കുന്നത് മടിയെ എല്ലായ്പ്പോഴും ദുഷ്ടതയോട് സമാനമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. Because Jesus says a lazy man was thrown into pitch darkness in hell because of his laziness. ഓർക്കുക, ബൈബിളിൽ ഉപമകളിൽ നാം കാണുന്നു മടിയനായിട്ടുള്ള വ്യക്തികളെ ഏറ്റവും ഇരുട്ടുള്ള അറകളിലേക്കാണ് അവനെ തള്ളിവിട്ടിരിക്കുന്നത്. ഹലോ, Tell your neighbor, laziness is wickedness. അടുത്തിരിക്കുന്ന ആളോട് പറയാം, മടി ദുഷ്ടതയ്ക്ക് സമാനമാണ്. പറഞ്ഞേ, മടി ദുഷ്ടതയ്ക്ക് സമാനമാണ്. Hallelujah. ഹല്ലേലൂയ. The Lord wants to take away all laziness from our life. ഓ, കർത്താവിനോട് പ്രാർത്ഥിച്ച കർത്താവെ എല്ലാവിധമായ മടിയും എടുത്തു മാറ്റണം. Lift your hands and speak in tongues. ഓ, കൈകൾ ഉയർത്തി അന്യഭാഷയിൽ സ്തുതിച്ചത് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ Amen. ആമേൻ. I have noticed one phenomenon. ഞാൻ ഒരു പ്രതിഭാസം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. Some people in the Christendom, they walk idle, they go to that meeting, this meeting, they observe churches, they observe men of God and they criticize. നമ്മുടെ ഈ ക്രിസ്തീയ ഗോളത്തിൽ പല വിശ്വാസികളും പല ദൈവദാസന്മാരും ആ മീറ്റിംഗിൽ പോകുന്നു, ഈ മീറ്റിംഗിൽ പോകുന്നു, അവിടെയുള്ള ദൈവദാസനെ ശ്രദ്ധിക്കുന്നു, ഇവിടെയുള്ള ദൈവദാസന്മാരെ ശ്രദ്ധിക്കുന്നു, അവരെ കുറിച്ച് പഠിക്കുന്നു, അതിനുശേഷം കുറച്ച് വിമർശനമൊക്കെ നടത്തുന്നു. One man of God came to our church. ഒരു ദൈവമനുഷ്യൻ ഞങ്ങളുടെ സഭയിലേക്ക് വന്നു. And he said, the people of Kerala have a special gift. കേരളത്തിലുള്ള അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കേരളത്തിലുള്ള ദൈവമക്കൾക്ക് ഒരു കൃപാവരം കൂടുതലായിട്ടുണ്ട്. The 10th gift. 10ാമത്തെ കൃപാവരം. And that is the gift of criticism. ആ കൃപാവരം എന്നുള്ളത് വിമർശനത്തിന്റെ കൃപാവരമാണ്. Many people have this. ഒത്തിരി ആളുകൾക്ക് ഈ കൃപാവരമുണ്ട്. Once David Yonggi was ministering, when he was ministering in Korea, one man came to him and started arguing with him. ഒരിക്കൽ ഡേവിഡ് യോങ്ങിച്ച് കൊറിയയിൽ താൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ തന്റെ അടുക്കൽ വന്നിട്ട് തന്നോട് തർക്കിച്ച് സംസാരിക്കാൻ തുടങ്ങി. He said, your methods are not correct. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ മെത്തഡുകളൊന്നും ശരിയല്ല. Your doctrine is not correct. നിങ്ങളുടെ ഉപദേശം ശരിയല്ല. Your teachings are not correct. നിങ്ങളുടെ പഠിപ്പിക്കലുകളും ശരിയല്ല. Then David Yonggi asked him back, അപ്പോൾ ഡേവിഡ് യോങ്ങിച്ച് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, what are you doing? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? He said, I'm a pastor. അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ആൾ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്. Now where do you pastor? അപ്പോൾ ഡേവിഡ് യോങ്ങി ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ശുശ്രൂഷിക്കുന്നത്? He told the name of his the local church, the place. അദ്ദേഹത്തിന്റെ ആ സഭയുടെ പേര് അദ്ദേഹം പറഞ്ഞു. How many members do you have? അപ്പോൾ യോങ്ങി ചോദിച്ചു, നിങ്ങളുടെ സഭയിൽ എത്ര അംഗങ്ങളുണ്ട്? He said, I have around 50 people in my church. അപ്പോൾ അദ്ദേഹം വലിയ അഭിമാനത്തോടെ പറഞ്ഞു, എന്റെ സഭയിൽ 50 പേരുണ്ട്. That time Dr. Yonggi had around 500,000 people in his church. ആ സമയത്ത് ഏതാണ്ട് യോഗിച്ച് 5 ലക്ഷത്തോളം ആളുകൾ സഭയിലുള്ള സമയമായിരുന്നു. So Yonggi said, brother, go back and build a church of at least 50,000 and come back, we will talk. അപ്പോൾ യോഗിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, തിരിച്ചു പോ സഹോദര, പാസ്റ്റർ തിരിച്ചു പോയിട്ട് നിങ്ങളുടെ സഭയിൽ കുറഞ്ഞത് ഒരു 50,000 പേരെങ്കിലും ആക്ക്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാൻ നമുക്ക് സംസാരിക്കാം. Then we can talk. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. You understand his point? അദ്ദേഹത്തിന്റെ പോയിന്റ് എന്താണെന്ന് പിടികിട്ടിക്കാണ്. We should be really men of action and not men of criticism. ഓർക്കുക, നാം എല്ലാവരും ഒരിക്കലും വിമർശനത്തിന്റെ പുരുഷന്മാരോ സ്ത്രീകളോ ആകാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് മാറ്റപ്പെടണം. We don't have
that ministry, evaluate this pastor and waste our time like that. We have only a little time in our life. The life is very short. We have only little time to fulfill our own assignment. ഓർക്കുക, നമുക്കൊരിക്കലും ഏതെങ്കിലും ഒരു ദൈവദാസന്റെയോ ഒരു ദൈവ പൈതന്റെയോ കാര്യങ്ങൾ നോക്കുവാനോ അവരെ വിമർശിക്കുവാനോ ഉള്ള സമയം നമുക്കില്ല. നമ്മുടെ ആയുസ് ഏറ്റവും ക്ഷണികമാണ്. വളരെ കുറച്ച് സമയമുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി കിട്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി പോകാനുള്ള സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓർക്കുക, നമ്മൾ ഒരിക്കലും ഏതെങ്കിലും ഒരു ദൈവദാസനെയോ ഒരു ദൈവമക്കളെയോ വിമർശിച്ച് കളയുവാനുള്ള ആയുസ് നമുക്കില്ല. നമ്മുടെ ആയുസ്സിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിനെ പ്രവർത്തിക്കാനുള്ള സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. But man of God said, life is very short, hell is very hot. We have only little time to do something to save people from that hot hell. ഓർക്കുക, ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ജീവിതം എന്നുള്ളത് ക്ഷണികമാണ്, എന്നാൽ നരകം എന്നുള്ളത് അത് കത്തുന്ന തീപ്പൊയ്കയാണ്. അതുകൊണ്ട് കത്തുന്ന തീപ്പൊയ്കയിൽ ഒരു കൂട്ടം ആളുകളെ പിടിച്ചെടുത്ത് രക്ഷിക്കാൻ ക്ഷണികമായ ജീവിതത്തിൽ നമുക്ക് സാധ്യമായി തീരണം. Some other believers, they are always praying for revival. ചില വിശ്വാസികളാണെങ്കിൽ എല്ലായ്പ്പോഴും അവരിങ്ങനെ ഉണർവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. Because they think that only when the revival comes, something will happen in this planet. ഈ ഭൂമിയിൽ ഉണർവ് വന്നാലേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. I also am a man really looking for a great revival. ഉണർവിന് വേണ്ടി കാക്ഷിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാനും എന്നുള്ളത്. I love that word revival. ഈ ഉണർവ് എന്ന് പറയുന്ന വാക്ക് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Even in my teenage, I used to go to a Christian bookstore and looking for revival books. എന്റെ ടീനേജ് പ്രായത്തിൽ ഞാൻ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളുകളിൽ പോയി കഴിഞ്ഞാൽ ഉണർവിന്റെ പുസ്തകങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തപ്പി നടക്കുമായിരുന്നു. D.L. Moody's revival, D.L. മൂഡിയുടെ റിവൈവൽ ബുക്ക്, and Yonggi-Cho's revival, യോങ്കിച്ചോയുടെ റിവൈവൽ, then Charles Finney's revival, ചാൾസ് ഫിന്നിയുടെ റിവൈവൽ, all revivals. എല്ലാ ഉണർവിന്റെ പുസ്തകങ്ങളും. Then I heard one day Reinhard Bonnke speaking. ഒരു ദിവസം റെയ്നാർഡ് ബോങ്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. He said, അദ്ദേഹം പറഞ്ഞു, don't pray for revival, make it happen. ഒരിക്കലും ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്, മറിച്ച് ഉണർവിനെ നിങ്ങൾ സാധ്യമാക്കുക. Never live in an unrealistic ideological world. ഒരിക്കലും സാങ്കല്പികമായ കടന്നു പിടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്വപ്നതുല്യമായ ഒരു ലോകത്ത് വിശ്വാസികൾ ജീവിച്ചു പോകരുത്. The Holy Spirit told me in 2030 there will be a great revival. പരിശുദ്ധാത്മാവനോട് പറയുന്നു 2030 ഒരു വലിയ ഉണർവുണ്ടാകും. So till that time I'm going to rest. അതുവരെ ഞാൻ കിടന്ന് ഉറങ്ങും. And when the revival comes, I will jump. അപ്പോൾ ഉണർവ് എല്ലാവരും ഉണർവുണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ തുള്ളും. Then another prophecy will come. അടുത്ത പ്രവചനം ഉണ്ടാകും. In 2050 there will be a world revival. 2050 ലോകമാകമാനം ഒരു ഉണർവുണ്ടാകും. I don't know if you will be alive that time. നിങ്ങൾ ആ സമയത്ത് ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. But today is the day you have to be active for Jesus. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ സമയമാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കേണ്ട സമയം. Years back, every year, December 31st was horrible for me. വർഷങ്ങൾക്ക് മുൻപ് ഡിസംബർ 31 എന്നുള്ളത് എനിക്കൊരു ഭയാനകമായ ദിവസമായിരുന്നു. Do you know what happened in my life? എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അറിയാമോ? Every December 31st, I would close my prayer room. എല്ലാ ഡിസംബർ 31-ാം തീയതി എന്റെ പ്രാർത്ഥനാ മുറി ഞാൻ അടച്ചിട്ടിരിക്കും, അതിനകത്തിരിക്കും. And I would start praying. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. And in the prayer, I would analyze, examine, evaluate the past year. ആ പ്രാർത്ഥനയിൽ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ഞാൻ ഒരു ഹിതപരിശോധന നടത്തുകയും എനിക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. I tried to count how many souls I had won that year. കഴിഞ്ഞ
വർഷം ഞാൻ എത്ര ആത്മാക്കളെ നേടി, what I had done for Jesus that whole year. ആ വർഷം മുഴുവൻ എന്താണ് ഞാൻ യേശു കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത്. Then I used to panic. അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഞാൻ ഭയപ്പെട്ടു. I used to be afraid a lot. എനിക്ക് ഭയങ്കരമായ പേടി. Not do anything for you. അന്ന് വൈകുന്നേരം ചിന്തിക്കും, ഞാൻ ഒന്നും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തില്ലല്ലോ. Then I will call this man of God and pray. എന്നിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ വേറെ ഏതെങ്കിലും ദൈവദാസനെ ഫോൺ ചെയ്യും. Pastor, please pray for me. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. I'm going to die here. അയ്യോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. Pray and prophesy. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രവചനം പറ. What will happen to me next year? എന്റെ അടുത്ത വർഷത്തിൽ എനിക്ക് എന്താണ് സംഭവിക്കാൻ The പോകുന്നത്? next December 31st comes. അടുത്ത 31-ാം തീയതി വരും. Again the horror comes. ആ വീണ്ടും കണക്കെടുപ്പിന്റെ ദിവസമായി ഭയം ഇങ്ങനെ വരും. How many people I won for Jesus? കഴിഞ്ഞ വർഷം എത്ര പേര് എനിക്ക് യേശുവിനായി നേടാൻ പറ്റി? I would turn my diary pages. എന്റെ ഡയറി പേജുകളെല്ലാം മറിക്കും. Here in August 13th I won a soul. ഓഗസ്റ്റ് 13-ാം തീയതി ഞാൻ ഒരു ആത്മാവിനെ നേടി. Then October 2nd another person. ഒക്ടോബർ 2-ന് മറ്റൊരു വ്യക്തിയെ. Then November 18th another person. നവംബർ 18-ാം തീയതി മറ്റൊരു വ്യക്തിയെ. Only 3. ആകെ 3 പേരെ. Lord help me. ദൈവമേ എന്നെ I സഹായിക്കണമേ. used to roll on the ground and cry. ആ സമയങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെ തറയിൽ ഉരുണ്ട് I used to കിടന്ന് hit my breast and cry. എന്റെ നെഞ്ചത്ത് എന്നെ അടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. Then the Lord started slowly dealing with me. അങ്ങനെ പയ്യെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. It is not on December 31st that you should evaluate, examine your life. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പരിശോധിക്കുന്നത് ഡിസംബർ 31-ന് മാത്രമല്ല. Every day you have to check your life. എല്ലാ ദിവസവും എന്ത് കർത്താവിന് വേണ്ടി ചെയ്തുവെന്ന് നാം പരിശോധിക്കണം. Then you don't have to regret about your life. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല. Hallelujah. I remember the days I used to walk through slums, അന്നത്തെ കാലഘട്ടങ്ങളിൽ ചേരി പ്രദേശങ്ങളിലൂടെ, through railway stations, റെയിൽവേ സ്റ്റേഷനിലൂടെ, through public telephone booths. പബ്ലിക് ടെലിഫോൺ ബൂത്തുകളിൽ പോയി ശുശ്രൂഷിച്ചത്, I used to distribute tracts, ട്രാക്ട് കൊടുക്കാൻ പോയത്, small booklets. ചെറിയ ചെറിയ ബുക്ക്ലെറ്റുകൾ I used to carry the Bible and go to the railway station and enter the small booths for disabled people, public telephone booth, sit with them and share the gospel. ആ സമയങ്ങളിലെല്ലാം ചെറിയ ട്രാക്റ്റുകളൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി അവിടുത്തെ പബ്ലിക് ടെലിഫോൺ ബൂത്തുകളിൽ ഡിസേബിൾഡ് അംഗവൈകല്യമുള്ള ആളുകൾ നടത്തുന്ന പബ്ലിക് ടെലിഫോൺ ബൂത്തുകളിൽ കയറി ആ ഒരു വ്യക്തിയോടൊക്കെ സുവിശേഷം പറയുന്ന കാര്യങ്ങൾ. Hallelujah. Hallelujah. God started honoring the humble beginnings. ഓർക്കുക, ദൈവം ചെറിയ ആരംഭങ്ങളുടെ തുടക്കങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നവരാണ്, വലുതാക്കുന്നവരാണ്. When I started the church, there was nobody with me. നമ്മുടെ ആ കൂട്ടായ്മ തുടങ്ങിയ സമയത്ത് എന്റെ കൂടെ ആരും തന്നെ ഇല്ലായിരുന്നു. I still remember one Sunday, I spread the mat, I arranged everything, and I was eagerly waiting for people to come. ഒരു ഞായറാഴ്ച ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ അന്നത്തെ പായ വിരിച്ചു, അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. Nobody came that day. ആരും അന്നത്തെ ദിവസം വന്നില്ല. I was alone. ഞാൻ അന്ന് ഒറ്റയ്ക്കായിരുന്നു. Just like John was in the island of Patmos. പത്മോസിൽ യോഹന്നാൻ അപ്പസ്തോലൻ ആയിരുന്നത് പോലെ ഞാൻ ഏകനായിരുന്നു. But even that time, I started seeing great crowds, millions of people coming to the Lord. ഒരു വിശ്വാസി പോലും ഇല്ലാതിരിക്കുന്ന സമയത്തും ഒറ്റയ്ക്കിരിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഞാൻ ആയിരങ്ങളെ ലക്ഷങ്ങളെ ആരാധനയ്ക്ക് വേണ്ടി ഇരിക്കുന്നത് ഞാൻ എന്റെ മനക്കണ്ണിൽ കണ്ടു. After a few years, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, when I started to count the souls I won to the Lord that year, ആ വർഷത്തിൽ ഞാൻ after a few years, ചില when I tried, ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതുപോലെ എണ്ണാൻ ശ്രമിച്ചപ്പോൾ I could not do that. എനിക്ക് എണ്ണുവാനായിട്ട് ആളുകളെ സാധ്യമല്ലാത്ത രീതിയിൽ ഞായറാഴ്ചകളിൽ തീർന്നു. Why? Because I don't know where people are getting saved today through our ministry. നമ്മുടെ ശുശ്രൂഷയിലൂടെ എങ്ങനെയാണ് ആളുകൾ എവിടെയാണ് ആളുകൾ രക്ഷിക്കപ്പെട്ടു വരുന്നത് എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. Because through the media ministry, so many people are touched today. കാരണം മീഡിയ മിനിസ്ട്രിയിലൂടെ ഒത്തിരി ആളുകൾ കർത്താവിൽ സ്പർശിക്കപ്പെട്ടിരിക്കുന്നു. The first
pulpit I had was a small plastic teapot in our home. എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് ടീപോയ്, പഴയ ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും, അതാണ് എന്റെ ആദ്യത്തെ പുൾപിറ്റ് എന്നുള്ളത്. But when I started working for the Lord started expanding that pulpit. എന്നാൽ ഇന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് ഇറങ്ങിയപ്പോൾ ദൈവം അവസ്ഥകളെ വലുതാക്കാനായി തുടങ്ങി. If you preach a good message to 10 people, the 10 people will be blessed. 10 പേരോട് ഒരു നല്ല സന്ദേശം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിച്ചാൽ ആ 10 പേർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. But if you preach the same message to 100 people, 100 people will be blessed. ഇനി ആ 10 പേരോട് പ്രസംഗിക്കുന്ന ആ പ്രസംഗം 100 പേരോടാക്കിയാലോ ആ 100 പേർ അനുഗ്രഹിക്കപ്പെടും. If you preach the same message to 1,000 people, that much people will be blessed. ഇനി അതേ സന്ദേശം തന്നെ നിങ്ങൾ ഒരു 1000 ആളുകളോടാണ് പ്രസംഗിക്കുന്നതെങ്കിലോ 1000 പേർ അനുഗ്രഹിക്കപ്പെടില്ലേ? The same message, if you preach to 10,000 people, that much people will be blessed. ഇതേ പ്രസംഗം തന്നെ ഒരു 10,000 പേരോട് ഒറ്റ ദിവസം പ്രസംഗിക്കാൻ സാധിച്ചാൽ കർത്താവിന്റെ അനുഗ്രഹം 10,000 പേർക്ക് കിട്ടില്ലേ? If the audience is 1 million, that many people will be blessed. ഇനി ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ എന്നത് 10 ലക്ഷം പേരാണെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവിക അനുഗ്രഹത്തിലേക്ക് 10 ലക്ഷം പേരെ നമുക്ക് നടത്താൻ സാധിക്കില്ലേ? Hallelujah. Hallelujah. That is what is Harvest TV is doing. അതാണ് ഇപ്പോൾ ഹാർവസ്റ്റ് ടിവി The ചെയ്തുകൊണ്ടിരിക്കുന്നത്. same message, when it is carried to millions, those millions will be blessed. ഓർക്കുക, ഒരേ സന്ദേശം 10 പേരോട് വേണമെങ്കിൽ പ്രസംഗിക്കാം, 50 പേരോട് വേണമെങ്കിൽ പ്രസംഗിക്കാം. അതേ സന്ദേശം തന്നെ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. The biggest pulpit I believe today is the mass media. ഓർക്കുക, ഇന്ന് ലോകത്തിൽ ലഭിക്കാവുന്ന വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പുൾപിറ്റ് എന്നുള്ളത്, ഏറ്റവും വലിയ സ്റ്റേജ് എന്നുള്ളത് ദൃശ്യ മാധ്യമങ്ങളാണ്. Somebody say hallelujah. The Bible says the earth is the Lord's and the fullness thereof. The earth is the Lord's and the fullness thereof. ബൈബിൾ പറയുന്നു ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. Not only the earth but all the galaxies. ഓർക്കുക, ഭൂമി മാത്രമല്ല ഈ മുഴുവൻ സൗരയൂഥം മുഴുവനും all the created things, all the created universe is the Lord's and for His glory. ഓർക്കുക, ഈ ഭൂമിയും അതിന്റെ എല്ലാ പൂർണ്ണതയും ദൈവം സൃഷ്ടിച്ച സകലതും അതെല്ലാം ദൈവത്തിന്റെ വകയാണ്. That includes scientific inventions and new technologies. That includes the created things. കർത്താവ് സൃഷ്ടിച്ചതും ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നതുമായ സകലവും പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ദൈവത്തിന്റെ മഹത്വത്തിനുള്ളതാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. Look at me please. The satellites that are running through a special orbit, I believe it is revolving round and round for the glory of God. ഓർക്കുക, സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ഓർബിറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള ഭ്രമണപഥത്തിൽ അത് ചുറ്റി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവനാമ മഹത്വത്തിനു വേണ്ടി കൂടിയാണ് ഈ ഓർബിറ്റിൽ സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. Hallelujah. It can transmit, it can carry the gospel. ഓർക്കുക, ഇതിന് ദൈവ ശുശ്രൂഷയെ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള പ്രവചനത്തെ ദൈവവചനത്തെ കൂടെ അതിനെ ചുമക്കുവാൻ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. So we are here to use every new technology, every new invention for the spreading of the gospel of the kingdom. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തികളെ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാവുന്നിടത്തോളം ഉപയോഗിക്കാവുന്നിടത്തോളം എല്ലാ പുതിയ മാധ്യമങ്ങളെയും അതുപോലെ പുതിയ കാര്യങ്ങളെയും നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കണം. Hallelujah. Hallelujah. Today in our prayer call center we are receiving thousands of calls every day. ഇന്ന് നമ്മുടെ prayer call centerൽ ആയിരക്കണക്കിന് prayer കോളുകളാണ് നമുക്ക് ലഭിക്കുന്നത്. Some calls when we receive, the people will be crying and crying. ചില കോളുകൾ വരുമ്പോൾ ഫോൺ വിളികൾ വരുമ്പോൾ ആളുകൾ ഫോണിലൂടെ കരയുകയാണ്. Some people are making the call from in front of a ventilator. ചില ആളുകൾ വിളിക്കുന്നത് വെന്റിലേറ്ററിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ്.
So people are in crisis everywhere. ജനങ്ങളെല്ലാം വളരെ പ്രശ്നങ്ങളുടെ നടുവിലാണ്. And that is the time they search for a God. ആ സമയത്താണ് അവർ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ഒരുപ്പെടുന്നത് പോലും. And it is our duty to lead them the right way to the right God. ഇത്തരം പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളെ കൃത്യമായി മനസ്സിലാക്കി അവരെ യഥാർത്ഥ ദൈവത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. Do you know that the person who is sitting next to you in your office needs a savior? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാമോ? Black or white, yellow or green, all people need a savior. Jesus is the savior of the world. ഒരു കറുപ്പനാകട്ടെ, ഒരു വെളുപ്പനാകട്ടെ, ഒരു പീതവർണ്ണമുള്ളവനാകട്ടെ, ഒരു ഇന്ത്യക്കാരനാകട്ടെ, ആർക്കും രക്ഷയുടെ ആവശ്യമുണ്ട്, രക്ഷകന്റെ ആവശ്യമുണ്ട്. Somebody shout hallelujah. Let us clap our hands and worship. Can I read one more verse for you? ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കട്ടെ. Are you happy with that? സന്തോഷവാനാണോ? Really happy? It's not my verse. I did not write the Bible. ഞാൻ ബൈബിൾ എഴുതിയിട്ടില്ല, ഇത് എന്റെ വചനമല്ല. Matthew chapter 5. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. Verse number 13. അതിന്റെ 13-ാമത്തെ വചനം. You are the salt of the earth. But if the salt loses its saltiness, how can it be made salty again? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. എന്നാൽ ഉപ്പിന് അതിന്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടും ഉപ്പുരസമുള്ളതാക്കുവാൻ എങ്ങനെ കഴിയും? A few years back in our Blessing Center, one Sunday I gave a message and the title was The Salt Factory. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ബ്ലെസ്സിംഗ് സെന്റർ, കൊച്ചി ബ്ലെസ്സിംഗ് സെന്റർ നൽകിയ സന്ദേശത്തിന്റെ പേര് ഇതായിരുന്നു, ഉപ്പിന്റെ ഉപ്പ് കമ്പനി. The Salt Factory. Salt factory. Look at me. ശ്രദ്ധിച്ചാൽ Jesus says, you are the salt of the earth. യേശു പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ ഒരു ഭൂമിയുടെ ഉപ്പാണ്. If so, the church is the salt factory. അങ്ങനെ നോക്കുമ്പോൾ സഭ ഒരു ഉപ്പ് ഫാക്ടറിയാണ്, ഉപ്പ് കമ്പനിയാണ്. Tell your neighbor, you are the salt of the earth. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു. പുറകിലോട്ട് തിരിച്ചിട്ടൊന്ന് പറഞ്ഞേ, മുൻപിലോട്ടോ പുറകിലോട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു. എന്നിട്ട് പറയുക, അങ്ങനെയെങ്കിൽ സഭ ഉപ്പ് കമ്പനിയാകുന്നു. അതേ ആളുകളോടൊക്കെ തന്നെ കൈ കൊടുത്തിട്ടൊന്ന് പറ, അങ്ങനെയെങ്കിൽ സഭ ഉപ്പ് കമ്പനി ആകണം. ഉപ്പെല്ലാം കൂടെ The church is the factory where the salt is produced. ഓർക്കുക, സഭ എന്നുള്ളത് ഉപ്പ് പുറപ്പെടുവിപ്പിക്കുന്ന, ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉപ്പ് കമ്പനിയാണ്. But if the salt loses its saltiness, how can it be made salty again? എന്നാൽ ഉപ്പിന് അതിന്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടും ഉപ്പുരസമുള്ളതാക്കാൻ എങ്ങനെ കഴിയും? The saltiness makes sodium chloride salt. ഓർക്കുക, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഘടകമാണ് സോഡിയം ക്ലോറൈഡ് ഉപ്പുരസം. Saltiness. Jesus says, if you lose the saltiness, but if the salt loses its saltiness, how can it be made salty again? അവിടെ എഴുതിയിരിക്കുകയാണ്, അതിന്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടും ഉപ്പുരസമുള്ളതാക്കുവാൻ എങ്ങനെ കഴിയും? It is no longer good for anything except to be thrown out and trampled underfoot. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. Hello.
if you lose your saltiness, people will be stamping on it. നിങ്ങളുടെ ഉപ്പുരസം നഷ്ടപ്പെട്ടു പോയാൽ ഉപ്പിനെ പിന്നെ ജനങ്ങൾ ചവിട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ. What is saltiness? എന്താണ് ഈ ഉപ്പുരസം? Thousands of interpretations are there. അതിനുവേണ്ടി ആയിരക്കണക്കിന് ഇന്റർപ്രിട്ടേഷൻ. Each preacher has each interpretation. ഓരോ ദേവദാസന്മാർക്കും ഓരോ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. But I love one thing. എന്നാൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടമാണ്. This saltiness is Christ likeness that we should have. ഈ ഉപ്പുരസം എന്നുള്ളത് യേശുവിനെ പോലെയുള്ള സ്വഭാവ വിശേഷതയാണ്. Look at me, please. ദയവായി ശ്രദ്ധിച്ചാൽ, if as a child of God you lose Christ likeness in you, then people will be stamping over it. ഓർക്കുക, നിങ്ങൾ ഒരു ഉപ്പാണെങ്കിലും നിങ്ങളിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പേരിനുപ്പായി നടന്നാൽ വെറും മനുഷ്യർ നിങ്ങളെ ചവിട്ടി പുറത്താക്കി കളയും. The next verse is, you are the light of the world. A town built on a hill cannot be hidden. Neither do people light a lamp and put it under a bowl. അടുത്ത വചനം 14-ാമത്തെ വചനം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമുകളിലുള്ള പട്ടണത്തിന് മറഞ്ഞിരിക്കാൻ സാധ്യമല്ല. Oh, tell your neighbor, you are the light of the world. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കൈ പിടിച്ച് കണ്ണിലേക്ക് നോക്കി കൂലിക്ക് കൊണ്ടുവരുന്ന നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Hallelujah. Hallelujah. Amen. Verse number 16. In the same way, let your light shine before others, that they may see your good deeds and glorify your Father in heaven. അതുപോലെ തന്നെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. So what is this light? എന്താണ് ഈ പ്രകാശം എന്ന് പറയുന്നത്? Jesus says, in a way, your good deeds are the light, the light beams that will go out and enlighten people's lives. ഓർക്കുക, യേശു പറയുകയാണ്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ അത് വെളിച്ച സമാനമാണ്. അത്തരം വെളിച്ചം നിങ്ങളിൽ നിന്ന്, ആ വെളിച്ചത്തിന്റെ കിരണങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് ആളുകൾക്ക് ഒരു പ്രകാശമായി തീരട്ടെ. ഒരിക്കൽ കൂടെ കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. Hallelujah. Hallelujah. Lift up your right hand. നിങ്ങളുടെ വലത്തെ കൈകൾ ഉയർത്തുക. Shout, action. ഉറക്കെ പാടുക. One more time. ഒരിക്കൽ കൂടെ. One more time. Then shout, I am the light of the world. I am the salt of the earth. I am a man of action. I am a woman of action. Woman of action. Hallelujah. Clap your hands once again. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. I'm coming to the conclusion. ഞാൻ എന്റെ ഉപസംഹാരത്തിലേക്ക് വരികയാണ്. But this conclusion is very important. എന്നാൽ ഈ കൺക്ലൂഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. People waste their life in different ways. പല വിധത്തിൽ ജനങ്ങൾ അവരുടെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. Number one, ഒന്നാമതായി, some people do nothing. ചില ആളുകൾ ഒന്നും ചെയ്യാതെ സമയം കളയുന്നു. Do nothing means creatively they are not doing anything. They are breathing, they are eating, they are sleeping. The routines are done, but they are not creatively doing anything in this world. ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ തിന്നുന്നുണ്ട്, അവർ ശ്വസിക്കുന്നുണ്ട്, അവർ കുളിക്കുന്നുണ്ട്, അവരുടേതായ കാര്യങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഒരിക്കലും കർത്താവിന് വേണ്ടി ചെയ്യുന്നില്ല. Now, some others do the wrong thing. എന്നാൽ രണ്ടാമതായിട്ട് ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. If you do nothing, you are wasting your life. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഓർക്കുക, ആദ്യം പറഞ്ഞ ഗ്രൂപ്പുകാർ നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കി കളയുകയാണ്. But if you are doing the wrong thing also, you are wasting your life. രണ്ടാമതായിട്ട് നിങ്ങൾ തെറ്റായ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അപ്പോഴും നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കി കളയുകയാണ്. And some people do everything and waste their life. ചില ആളുകളെ സംബന്ധിച്ചോളം അവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, അങ്ങനെ സമയം പാഴാക്കി കളയുകയാണ്.
You are not called to do everything. ഓർക്കുക, എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആരെയും കർത്താവ് വിളിച്ചിട്ടില്ല. Tell your neighbor, you are not called to do everything. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ്, എല്ലാ കാര്യം ചെയ്യാനായിട്ട് ആരെയും കർത്താവ് വിളിച്ചിട്ടില്ല. ഒരാളോട് കൂടെ പറയാം. വേറൊരാളോട് പറയാമോ? You are not called to do everything. നിങ്ങൾക്കില്ല. ആമേൻ. Hallelujah. Hallelujah. So what do you understand? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? You are called to do some specific things by the Lord. കർത്താവിനാൽ ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. When you were born that day in the hospital, when you made the first cry, remember you were born with a purpose. നിങ്ങൾ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വീടുകളിലോ നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങളുടെ ആദ്യത്തെ കരച്ചിൽ അവിടെ ഉയർന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. Hello. You are here with an assignment from God. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് കർത്താവിൽ നിന്നുള്ള നിയോഗ നിമിത്തമായിട്ടാണ്. അടുത്ത ആളെന്ന് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള നിയോഗം. നിങ്ങളിവിടെ ജീവിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള നിയോഗമായിട്ടാണ്. You are here with a purpose. You are here with an assignment. ഓർക്കുക, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നിയോഗത്താലാണ്. You may be an ordinary housewife. ഒരുപക്ഷെ നിങ്ങൾ ഒരു സാധാരണ വീട്ടമ്മയായി. Hey, but you carry a purpose. പക്ഷേ നിങ്ങൾ ഒരു ഉദ്ദേശ ലക്ഷ്യം ചുമന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. You are 60 plus. ഒരുപക്ഷെ നിങ്ങൾ 60-ന് മുകളിലായിരിക്കാം But പ്രായം. still you are here with a purpose. അപ്പോഴും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ചില ഉദ്ദേശം കൂടെ പൂർത്തിയാക്കാനുള്ളത് കൊണ്ടാണ്. My question tonight is this: how you found out the real purpose of God for your life? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? Is the assignment God has given you really clear to you? ഓരോ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓരോ നിയോഗങ്ങളും വളരെ കൃത്യതയുള്ളതാണ്, വ്യക്തതയുള്ളതാണ്. Have you really found out with clarity that assignment? ആ ഉത്തരവാദിത്തങ്ങൾ, നിയോഗങ്ങൾ നിങ്ങൾ വളരെ വ്യക്തതയോടെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? I'm asking you. ഞാൻ നിങ്ങളോടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. If you have not, നിങ്ങൾക്ക് അങ്ങനെ സാധിച്ചിട്ടില്ല. tonight, this evening with Jesus is the time you can start praying. ഇന്ന് ഈ സന്ധ്യാവേള യേശുവിനോടൊപ്പമുള്ള ഈ സഹകരണം എന്ന് പറയുന്ന ഈ മീറ്റിംഗ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട രാത്രിയാണ്. I'm here to declare ഞാൻ ഇവിടെ that Jesus is the answer to all your problems and all your questions. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ സകല കാര്യങ്ങൾക്കുമുള്ള ഏക ഉത്തരം യേശു കർത്താവാണ്. Somebody shout Jesus. Jesus. The better way, Jesus. Jesus. We can do still better. Jesus. Jesus. Shout again. Jesus. That is the answer. അതാണ് ഉത്തരം. Hallelujah. ഹല്ലേലൂയ. I want to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I want you to stand with me. ദയവായി എന്നോടൊപ്പം എഴുന്നേറ്റ് നിൽക്കാനായി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. I want the wonderful anointed choir also to come and join with us. അഭിഷിക്തരായ നമ്മുടെ choir കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടുന്നു. Thank you, Jesus. Now look at me, please. How many of you are here with a great expectancy? ദയവായി ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ എത്ര പേർക്ക്
ദൈവത്തിൽ ഒരു വലിയ പ്രതീക്ഷയുള്ളവരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. Not because Brother Daniel or Sister Shema came here. ബ്രദർ ഡാനിയൽ ഇവിടെ വന്നതുകൊണ്ടല്ല നിങ്ങൾക്ക് അത് ഉണ്ടാകേണ്ടത്. It is because Jesus is with us. യേശു നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടുള്ള പ്രതീക്ഷ എത്ര പേർക്കുണ്ട്? God honors simple faith. യേശു കർത്താവ് എപ്പോഴും കൊച്ചു വിശ്വാസത്തെ മാനിക്കുന്നവരാണ്. In our blessing festivals, when people come to testify, I sometimes struggle to believe what happened in their life. നമ്മുടെ ചില ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ആളുകൾ വന്നിട്ട് പറയുന്ന സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ഞാൻ പലപ്പോഴും പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട്. Because that's the way, the mysterious way the Lord did miracles in their life. അത്രത്തോളം വ്യത്യസ്തമായ, വിചിത്രമായ, മാനുഷികമായ രീതിയിലൊക്കെയാണ് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. Now tonight, the same Jesus is here in Huntington Park. ഓർക്കുക, ഇന്ന് രാത്രിയിൽ ഹണ്ടിങ്ടൺ പാർക്കിൽ അതേ യേശു തന്നെ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. As we are here, gathered here in His name, His presence is here. ഓർക്കുക, നമ്മൾ ഒരുമിച്ച് കൂടി അവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. One great man of God said, if miracles are not happening in the name of Jesus, that's a miracle. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു യേശുവിന്റെ നാമം പറയുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും. ഒരു അത്ഭുതം നടക്കുന്നില്ലെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും. You understand what I'm saying? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? Because that name carries miracles. കാരണം യേശുവിന്റെ നാമം പറയുമ്പോൾ അത്രയും എളുപ്പമാണ് ഒരു അത്ഭുതം നടക്കുക എന്നുള്ളത്. The ingredient that we should have is faith. അതിനുവേണ്ടി വേണ്ട ചേരുവക എന്നുള്ളത് വിശ്വാസം മാത്രം മതി. Simple faith. കൊച്ചു വിശ്വാസം. Just believe that Jesus has done everything for me. യേശു കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഉറച്ചൊരു വിശ്വാസം. Hallelujah. Hallelujah. Let us lift up our hands. നിങ്ങൾ വലത്തെ കൈകൾ ഉയർത്തി കാണിച്ചേ. Say this simple prayer after me. എനിക്ക് ശേഷം ഈ കൊച്ചു പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാമോ? Jesus, Jesus, I am coming to your presence. ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. Receive me, Lord. എന്നെ സ്വീകരിക്കണം. I am your child. ഞാൻ അങ്ങയുടെ മകനാണ്. I am running towards you. ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് ഓടി വരുന്നു. I believe ഞാൻ വിശ്വസിക്കുന്നു. that you are the miracle working God. അങ്ങാണ് അത്ഭുതം ചെയ്യുന്നത്. I believe ഞാൻ വിശ്വസിക്കുന്നു. that you are the Lord. ഞാൻ വിശ്വസിക്കുന്നു. I believe that you are the Savior. നീ എന്റെ രക്ഷകനാണ്. I declare ഞാൻ പ്രഖ്യാപിക്കുന്നു. Jesus is my Lord. യേശു ആണ്. Jesus is my Savior. യേശു എന്റെ രക്ഷകനാണ്. Jesus is my God. യേശു എന്റെ ദൈവമാണ്. Jesus is my everything. യേശു എന്റെ ജ്ഞാനമാണ്. And I am proud of you, Lord. ഞാൻ അങ്ങയെ അഭിമാനിക്കുന്നു. I am proud to serve you. ഞാൻ അങ്ങയെ I am സേവിക്കുന്നു. proud to worship ഞാൻ you. അങ്ങയെ ആരാധിക്കുന്നതിൽ അഭിമാനിക്കുന്നു. Lord, I decide ഞാൻ ഇപ്പോൾ to തീരുമാനിക്കുന്നു. live for you അങ്ങേയ്ക്കായി ജീവിക്കുവാൻ. the rest of my life. എന്റെ ജീവിതം Shout hallelujah. Clap your hands and shout Holy Spirit, thou art welcome in this place. Holy, great Father of mercy and grace, thou art welcome in this place. Holy Spirit, thou art welcome in this place. Holy Spirit, Lift your hands and sing it. Let us welcome His power, His presence. Holy, perfect Father of mercy
God